നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അധികം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കമ്പനികളാണ് എയർടെല്ലും ജിയോയും. അവരുടെ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്ലാന്, നെറ്റ്വർക്ക്, 5G കണക്ടിവിറ്റി, അതോടൊപ്പം ഫൈബർ, എല്ലാ കാര്യത്തിലും ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, 200 രൂപയുടെ പ്ലാൻ രണ്ട് കമ്പനിക്കുമുണ്ട്. ഇതിൽ ഏതാണ് ബെറ്റർ, ഏതാണ് നമുക്ക് ആർക്കൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് രണ്ട് കമ്പനികളുടെയും ഈ ഓഫർ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ആദ്യം എയർടെലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എയർടെലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയുടെ റീചാർജ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അൺലിമിറ്റഡ് 5G, 30 GB ഡേറ്റ, 28 ദിവസത്തെ കാലാവധി. അപ്പം ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും 200 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് 5G കിട്ടും, അതോടൊപ്പം 30 GB ഡേറ്റയും കിട്ടും. എന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ ഇത് ആഡ് ഓൺ ഡേറ്റയാണ്. ഇത് ആഡ് ഓൺ പാക്കാണ് വരുന്നത്. ഇത് നമുക്ക് നിലവിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റീചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് 199 അല്ലെങ്കിൽ 299 പോലുള്ള പ്ലാനുകളായിരിക്കും റീചാർജ് ചെയ്യുക. ആ ആൾക്കാർക്ക്, അങ്ങനെ റീചാർജ് ചെയ്യുന്ന വ്യക്തികൾക്ക് അൺലിമിറ്റഡ് 5G കിട്ടില്ല. അതോടൊപ്പം ഇതിനകത്തിൽ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള OTTകളൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടിയ പ്ലാനുകളായ ചില പ്ലാനുകളിലൊന്നും ഈ OTT ഇല്ല. അതോടൊപ്പം അൺലിമിറ്റഡ് 5G ഇല്ലാത്ത പ്ലാനുകളുണ്ട്, 1.5 GB ഒക്കെ പ്ലാനുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു പ്ലാന്. അതുകൂടാതെ അൺലിമിറ്റഡ് 5G കിട്ടുന്നുണ്ട്, ഇനി ജിയോ ഹോട്ട്സ്റ്റാർ ഒന്നും കിട്ടുന്നില്ല എങ്കിലും ഈ ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യാം. കാരണം ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കണമെങ്കിൽ തന്നെ മാസം 149 രൂപ വരുന്നുണ്ട്. അപ്പോൾ 200 രൂപ മുടക്കിയാൽ നമുക്ക് അൺലിമിറ്റഡ് 5Gയുടെ ഒപ്പം ജിയോ ഹോട്ട്സ്റ്റാറും പിന്നെ മനോരമ മാക്സും അങ്ങനെ കുറേ അധികം OTTകൾ ഇതിനകത്തിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ ഇപ്പോൾ എയർടെലിൻ്റെ എടുത്താൽ ഇതിനകത്തിൽ 200 രൂപയ്ക്ക് നമുക്ക് അൺലിമിറ്റഡ് 5G ആസ്വദിക്കാം, 30 GB 28 ദിവസത്തേക്ക്. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ നമുക്ക് 28 ദിവസത്തേക്ക് കിട്ടും. പിന്നെ അതിൽ മനോരമ മാക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ 18 OTT കിട്ടും. ഇതിനകത്തിൽ OTTയുടെ എല്ലാം ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്, സോണി ലീവ് അങ്ങനെ കുറേ അധികം കിടപ്പുണ്ട്. ഇതിനകത്തിൽ എയർടെൽ എക്സ്ട്രീം പ്ലേ എന്ന് പറഞ്ഞ ആപ്പ് ത്രൂവിലാണ് കിട്ടുന്നത്. ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല, ഫോണിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ എന്നാണ് ഇപ്പം പിന്നെ ഇതിൻ്റെ സൈറ്റിൽ നോക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്. ഓക്കെ, നമുക്കിതിനകത്തിൽ ഫോണിൽ മാത്രം കാണാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ അൺലിമിറ്റഡ് 5G ഇതിനകത്തിൽ ഡേറ്റ അവർ പറയുന്നുണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് 5G കിട്ടണമെങ്കിൽ നിലവിലൊരു പ്ലാൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. 200 രൂപയുടെ പ്ലാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇത് ആഡ് ഓൺ പ്ലാൻ ആണ്. അല്ലാതെ നമുക്ക് 200 രൂപയുടെ പ്ലാന് നോർമൽ ഒരു പ്ലാൻ പോലെ കിട്ടില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഇത് എയർടെലിൻ്റെ റീചാർജ് പ്ലാനാണ്. 219, 199, 299 ഇതൊക്കെ എയർടെലിൻ്റെ റീചാർജ് പ്ലാനുകളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ 219 ചെയ്താൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ് കണ്ടോ. 219 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 GB ഡേറ്റ ടോട്ടൽ, 300 SMS, അതോടൊപ്പം 28 ദിവസത്തെ കാലാവധി. പിന്നെ അതിൽ ഇത്രയും ബെനിഫിറ്റേ കിട്ടത്തുള്ളൂ. എയർടെൽ എക്സ്ട്രീം പ്ലേ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ജിയോ ഹോട്ട്സ്റ്റാറും അൺലിമിറ്റഡ് 5G ഒന്നുമില്ല. അപ്പോൾ 219 റീചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ 200 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് 5Gയും കിട്ടും, ജിയോ ഹോട്ട്സ്റ്റാറും പിന്നെ മറ്റ് ബെനിഫിറ്റും ഇതിനകത്ത് കിട്ടും. അതോടൊപ്പം അതുപോലെ തന്നെയാണ് ഈ 199 പ്ലാൻ എടുത്താൽ നമുക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 2 GB 28 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ ആ ഒരു OTT ഇതൊക്കെ കിട്ടത്തുള്ളൂ, അതർ ബെനിഫിറ്റ് ഇതേ കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ 200 രൂപയുടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റും കൂടെ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെയാണ് 299 ഒക്കെ. പിന്നെ ഈ അൺലിമിറ്റഡ് 5G കിട്ടുന്ന 349 പറഞ്ഞ ഈ 349 പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് 5Gക്ക് വേണ്ടിയിട്ട് നമ്മൾ 349 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓഫർ ഇത്രയുമാണ്. കണ്ടോ ഇതിനകത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മനോരമ മാക്സ്, അതോടൊപ്പം ബാക്കി എയർടെൽ എക്സ്ട്രീം പ്ലേ വഴി 18 OTT അടക്കം വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം 200 രൂപയ്ക്ക് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറും മറ്റുള്ള OTTയും കൂടെ കിട്ടും. ഇതിനകത്ത് ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യണം. എല്ലാ ഇതിലും നമുക്ക് റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ചില കൂടിയ പ്ലാനുകളൊക്കെ എടുത്താൽ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറും ഒക്കെ നമുക്ക് കിട്ടും, ആമസോൺ പ്രൈമും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആൾക്കാർ വീണ്ടും ആ ഒരു റീചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് എയർടെലിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ജിയോയുടെ ഞാനത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ജിയോയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിൽ ആമസോൺ പ്രൈം വീഡിയോ, ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലിവ്, ഇങ്ങനെ ഇത്രയും ഡിസ്കവറി പ്ലസ്, അപ്പം അങ്ങനെ സൺ NXT ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തിൽ കിട്ടും. ഇവരുടെ പറയുന്നത് OTT പാസ് 15 OTT പ്ലസ് 1000 TV ചാനൽ, അതായത് ജിയോ TV വഴിയാണ് നമുക്ക് 1000 പിന്നെ ചാനൽ ഇവിടെ പറയുന്നത്. ബാക്കി എല്ലാ പിന്നെ
ടികളും നമുക്ക് അല്ലാതെ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ആ ഒരു ജിയോ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്താൽ മതി. ഇപ്പൊ ഇതിനകത്ത് കിട്ടുന്നത് യൂട്യൂബ് പ്രീമിയം, ആമസോൺ, പിന്നെ പ്രൈം, അതോടൊപ്പം ഇതിനകത്തില് ജിയോ ഹോട്ട്സ്റ്റാർ, ഇതാണ് മെയിൻ ആൾക്കാർ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി ഇത് തമ്മിലുള്ള ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോ തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിൽ യൂട്യൂബിന്റെ പ്രീമിയം നമുക്ക് കിട്ടുന്നുണ്ട്, ആമസോണിന്റെ പ്രൈം വീഡിയോ നമുക്ക് ഇതിനകത്ത് എടുക്കാം, അതോടൊപ്പം ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷനും കിട്ടും. അതായത് എയർടെലിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജിയോ തന്നെയായിരിക്കും ഇതിനകത്തിൽ ബെറ്റർ, കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ജിയോ TV വഴി നമുക്ക് 1000 TV ചാനൽ ഇതിനകത്തിൽ കിട്ടുന്നുണ്ട്. അതൊന്നും ആരും കാണാറില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പം മെയിനായിട്ടുള്ള ഒരു OTT ഇത്രയുമാണ്. പിന്നെ ഡിസ്കവറി പ്ലസും ഒക്കെ ആൾക്കാർ കാണാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ജിയോ ആണ് ബെറ്റർ. പിന്നെ ഓരോ ഏരിയയിൽ ഓരോ നെറ്റ്വർക്കിന്റെ ഇതനുസരിച്ച് വേണം സിം എടുക്കാനും യൂസ് ചെയ്യാനും. കാരണം ചില ഏരിയയിൽ ജിയോയ്ക്ക് നെറ്റ്വർക്ക് കാണും, ചില ഏരിയ എയർടെലിന് കാണും. അപ്പോൾ സ്പീഡൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓഫറിന്റെ പേരിൽ നമ്മൾ സിം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഓഫർ കിട്ടാനായിട്ട് സിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോളിനും ഡേറ്റയ്ക്കും ഒക്കെ ഇഷ്യൂ വരും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം സിം എടുക്കാനായിട്ട്. ഇനി ഇതിന്റെ റീചാർജും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ജിയോയുടെ 199ന്റെ റീചാർജ്. ഓക്കെ, ഈ 199ന്റെ റീചാർജ് നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന കാലാവധി 18 ദിവസം, 27 GB, 1.5 GB ഡേറ്റ, അൺലിമിറ്റഡ് വോയിസ് കോൾ, ഇങ്ങനെയാണ് കിട്ടുന്നത്. 100 SMS പെർ ഡേ. അപ്പൊ ഈ 199 ചെയ്ത ഒരാൾക്ക് 200 രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 200 രൂപയുടെ ആഡ് ഓൺ ഡേറ്റയുടെ ബെനിഫിറ്റ് കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അതോടൊപ്പം ഈ 189 ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഓഫർ വരുന്നത്. ആകെ 2 GB ഡേറ്റ, പിന്നെ അൺലിമിറ്റഡ് കോള്, 300 SMS, 28 ദിവസത്തെ കാലാവധി. ഇങ്ങനെ ചെയ്യുന്ന ആളിനും ഈ ഒരു 200 രൂപയുടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബെനിഫിറ്റും കൂടെ കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയാണ്, ഞാൻ എല്ലാ ഓഫറും എടുത്ത് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആഡ് ഓൺ ഡേറ്റയുടെ ഒരു ഉപയോഗം നമുക്ക് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് റീചാർജ് ചെയ്യുക. രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഡ് ഓൺ ഡേറ്റയും അല്ല OTT ഒക്കെ കിട്ടുന്നത് ജിയോ ആണ്. പിന്നെ ഓരോരുത്തരുടെ നെറ്റ്വർക്കിന്റെ സിഗ്നലിന്റെ ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ റീചാർജ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോം ലൊക്കേഷനിലായിരിക്കാം മിക്ക ആളുകളും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ സിഗ്നൽ ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം ഈ രണ്ട് പ്ലാനിലെ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വീഡിയോയ്ക്ക് കമന്റായി അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.